ആര്യൻ. രചന അളകനന്ദ ലച്ചു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അരികിൽ നിൽക്കുന്ന നീഹയെ കണ്ണു കാണിച്ചുകൊണ്ട് അവരരുതൻ തലനിക്കിയതും ജയന്തി ഒരു ഞെട്ടിലോടെ അവളെ നോക്കി. നീ അവിടെ നിൽക്കുന്ന കാര്യം ജയന്തി ഓർത്തില്ലായിരുന്നു. പക്ഷേ നീ അവളുടെ സംസാരമൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അവൾ ജനലോരം നിന്നുകൊണ്ട് മറ്റെവിടേക്കോ നോട്ടം പതിപ്പിച്ച് നിൽപ്പാണ്. പക്ഷെ ആര്യൻ അപ്പോഴാണ് അമ്മയുടെയും ചെറിയമ്മയുടെയും വെപ്രാളമൊക്കെ ശ്രദ്ധിക്കുന്നത്. അവർ നീഹയോട് എന്തൊക്കെയോ മറച്ചു വെച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അത് സിയയുടെ കാര്യമാവോ? ആര്യൻ ചിന്തിച്ചു. അപ്പൊ എല്ലാം അറിഞ്ഞല്ലേ അവൾ വിവാഹത്തിന് സമ്മതിച്ച്? ആരും അവളോടൊന്നും പറഞ്ഞിട്ടില്ലേ? ആര്യൻ വല്ലായ്മയോടെ ചിന്തിച്ചു. കുട്ടുവിന് ബോധം തെളിഞ്ഞ് അവരൊന്ന് ഓക്കെ ആയിട്ട് വേണം ചില കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരുത്താൻ. അന്ന് രാധികയും ശിവയും കുട്ടുവിന്റെ കൂടെ ആശുപത്രിയിലിരുന്നു. നീയും ആര്യനും അമ്മയും രാവിലെ എത്താമെന്ന് പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോന്നു. കണ്ണുനീര് വരേണ്ട കണ്ണുകളുമായി അപ്പു തകർന്ന പോലെ അവളുടെ മുറിയിൽ ചുരുണ്ടുകൂടി ഇരിക്കുകയായിരുന്നു. കണ്ണുകൾ ഇമച്ചിമ്മുന്നുണ്ടെന്നല്ലാതെ മറ്റൊരു അനക്കവളിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഒരിറ്റു വെള്ളവും ആഹാരവും കഴിക്കാതെ ഇരിപ്പ് തുടങ്ങിയിട്ട് എത്രയോ മണിക്കൂറുകളായി. അതിന്റെ പ്രതിഫലനം എന്നോണം അവൾ ആകെ അവശയായിരുന്നു. ചെറുതായി ആ ദേഹം വിറക്കുന്നുമുണ്ട്. കണ്ണുകളിൽ അപ്പോഴും ദേഹം മുഴുവൻ മുറിപ്പാടുകളുമായി ഞരങ്ങുന്ന തന്റെ പ്രാണന്റെ മുഖമാണ്. അവന് നേരെ കൊല്ലാനായി പാഞ്ഞെടുത്ത ആളുമാണ്. ആ ഓർമ്മകളിൽ പോലും അവളൊന്ന് കിടുങ്ങി. ഒരു ശക്തമായ കരച്ചിൽ തൊണ്ടയിൽ കുരുങ്ങി അവളെ ശ്വാസം മുട്ടിച്ചു. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടെങ്കിൽ അവളുടെ കൃഷ്ണമണികൾ ചലിച്ചില്ല. വാടിയ ചേമ്പിൻ താള് പോലെ കിടക്കുന്ന അപ്പുവിനെ കണ്ട് അക്കുവിന്റെ നെഞ്ചൊന്ന് നൊന്തു. അരികിൽ ചെന്നിരുന്ന് അവളുടെ മുടികളിലൊന്ന് തഴുകിക്കൊടുത്തു അവൻ. ഒരു കടലോളം കണ്ണുനീര് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ മിഴികളിൽ നിന്നും ഉറവ് പോലെ നീര് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മുഖമാകെ ഒരു രാവും പകലും കൊണ്ട് കരുവാളിച്ച് പോയതുപോലെ ആകെ തകർന്നടിഞ്ഞുകൊണ്ടുള്ള കിടപ്പ്. അപ്പു. അക്കുമെല്ലെ അവളെ വിളിച്ചു. വിളി അവൾ കേട്ടെങ്കിലും നോക്കിയതുപോലുമില്ല. ഇത്രമാത്രം തകർന്നു പോവാൻ അവൾ കൃഷ്ണയെ അത്രത്തോളം സ്നേഹിച്ചിരുന്നുവോ? അവനിൽ ഇത്രമാത്രം അടിമപ്പെട്ടു പോവാൻ തക്ക ശക്തിയുള്ള പ്രണയമായിരുന്നോ അപ്പുവിനുണ്ടായിരുന്നത്? അക്കു ഒന്നും ചിന്തിക്കാതിരുന്നില്ല. വെറുതെ തോന്നിയൊരു ക്രഷ് മാത്രമായിരിക്കുമെന്നാണ് അന്ന് അപ്പു പറഞ്ഞപ്പോൾ അവൻ കരുതിയിരുന്നത്. അപ്പു, കൃഷ്ണ മരിച്ചിട്ടില്ല. ഏതോ ഗുഹാന്തരങ്ങളിൽ നിന്നും കേൾക്കുന്ന പോലെ അക്കുവിന്റെ ശബ്ദം അപ്പുവിന്റെ കാതുകളിൽ പതിച്ചു. ഒരു വേള കൊണ്ട് പ്രതീക്ഷയുടെ നുറുങ്ങിവട്ടം കിട്ടിയ സന്തോഷത്തോടെ അപ്പു ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. എന്താ കേട്ടാ? എന്താ പറഞ്ഞേ? എന്റെ കൃഷ്ണ അവൻ ജീവനോടെ ഉണ്ടെന്നോ? അത്ര നേരം ചലനമറ്റവളെ പോലെ കിടന്നിരുന്ന പെണ്ണ് ജീവൻ കിട്ടിയ പോലെ പിടഞ്ഞെഴുന്നേറ്റ് അവനെ ഉറ്റുനോക്കി ചോദിച്ചു. കൃഷ്ണജിത്ത് അവളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് ആ നിമിഷം അക്കു മനസ്സിലാക്കുകയായിരുന്നു. കരഞ്ഞുകൊണ്ട് ചിരിക്കുന്നവളെ നോക്കി അക്കു അതേന്ന് തലയാട്ടി. എവിടെ അവൻ? എനിക്ക് കാണാക്കു വേട്ടാ. കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഉലഞ്ഞു കിടന്നിരുന്ന മുടി ഒതുക്കി വെച്ച് മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇപ്പൊ വേണ്ടപ്പൂ. അക്കു മടിയോടെ പറഞ്ഞു. മറ്റാരെങ്കിലും ഇത് കേട്ടുകൊണ്ട് വന്നാലുള്ള അവസ്ഥ ഓർത്ത് അവന് ഭയമുണ്ടായിരുന്നു. അതെന്താ? എനിക്ക് അവനെ വെറുതെ ഒന്ന് കണ്ടാൽ മതി അക്കു വേട്ട. എന്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി ദൂരെ നിന്നൊരു നോക്ക് മാത്രം കണ്ടാൽ മതി. തോർന്നു തുടങ്ങിയ ആ കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ തുളുമ്പി കാഴ്ച മങ്ങി. അതല്ല മോളെ, കൃഷ്ണ കുറച്ച് മുറിവുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ അവൻ ആശുപത്രിയിൽ അഡ്മിറ്റാ. അക്കു പറഞ്ഞു മുഴുവനാക്കു മുന്നേ അപ്പു കരഞ്ഞു തുടങ്ങി. അച്ഛനും ആദ്യമായിട്ട് കൂടി അവനെ നല്ലോണം ദ്രവിച്ചു അല്ലേ അക്കു വേട്ട? ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കിയതാ, വേണ്ടാന്ന് കാല് വീണ് അപേക്ഷിച്ചതാ. പക്ഷെ കേട്ടില്ല അവര്. ഞാൻ കാരണല്ലേ കേട്ടാ അവരിപ്പോ ഇങ്ങനെ ഹോസ്പിറ്റലിൽ. അപ്പു ഓരോന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു. അപ്പു മതി കരഞ്ഞു. അവനിപ്പോ ഒരു കുഴപ്പമില്ല. മുറികളൊന്നും പേടിക്കാനുള്ളതല്ല. കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇന്നുകൂടെ കിടന്നാൽ മതി ഹോസ്പിറ്റലിൽ. നാളെ ഡിസ്ചാർജ് ആവും. അക്കു ശാസനയോടെ പറഞ്ഞുകൊണ്ട് അവിടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. അവൻ പറയുന്നൊക്കെ കേട്ട് ഒരു നേരിയ ആശ്വാസം തോന്നി അപ്പുവിന്. അവന് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ എന്നോർത്ത് അവൾ സന്തോഷിച്ചു. അപ്പോ എനിക്കൊന്ന് കാണാൻ. അപ്പു അത്രയും പറഞ്ഞുകൊണ്ട് അക്കുവിനെ നോക്കി. ഞാൻ പറഞ്ഞില്ലേ അപ്പു, നീ ഇപ്പം അവനെ പോയി കാണുന്ന റിസ്ക്കാ. അച്ഛനും ആദ്യമായിട്ട് പറഞ്ഞ് ഇനി അതാവും അടുത്ത പ്രശ്നം. അതുകൊണ്ട് നീ ഇപ്പം തൽക്കാലം അവനെ കാണണ്ട. അവൻ വീട്ടിൽ വരട്ടെ. പഴയ പോലെ നോക്കിയായി കഴിയുമ്പോൾ ഞാൻ കൊണ്ടുപോകാൻ നിന്നെ. അത് മതി അപ്പു. അക്കു പറയുന്നത് കേട്ട് മനസ്സോടെയാണെങ്കിലും അപ്പു സമ്മതിച്ചു. ആ നിങ്ങൾ വന്നോ? ജയന്തിയെയും നീയെയും കണ്ട് രാധികയും ശിവയെന്ന് പുഞ്ചിരിച്ചു. ബെഡിൽ കണ്ണുകളടച്ച് കിടന്നവൻ അവരുടെ സംസാരം കേട്ട് കണ്ണു തുറന്ന കൃഷ്ണയുടെ നോട്ട് ആദ്യം ചെന്ന് പതിച്ചത് അവന് നേരെ കട്ടിലിന് മറുവശം നിൽക്കുന്നവന്റെ അച്ചുവേട്ടനായിരുന്നു. ഒരു ഭാവവുമില്ലാതെ അവൻ ആര്യനെ നോക്കി അല്പനേരം അങ്ങനെ തന്നെ കിടന്നു. അച്ചു അവനെ തന്നെ നോക്കി നിന്നു. അവന്റെ നോട്ട് അച്ചുവിൽ എന്തോ ഒരു സംശയമുളവാക്കി. എങ്ങനെയുണ്ട് മോനെ ഇപ്പൊ നിനക്ക്? ജയന്തി കുട്ടുവിന്റെ നെറുകിലും തലോടി സ്നേഹത്തോടെ ചോദിച്ചു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലേ? അവന്റെ സ്വരം നേർത്തിരുന്നു. നല്ല ക്ഷീണം അപ്പോഴും ആ ശബ്ദത്തിൽ ഉണ്ടായിരുന്നു. നീയെ നോക്കി കുട്ടുവെന്ന് പുഞ്ചിരിച്ചു. അവൾ തിരികെയും. അപ്പോഴും ആര്യനൊന്നും മിണ്ടിയിരുന്നില്ല. കുട്ടു അവനോടൊന്നും സംസാരിച്ചില്ല. ആര്യൻ അത് പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. ഡിസ്ചാർജിന്റെ കാര്യങ്ങളും മറ്റും തിരക്കാനായി ജയന്തിയും രാധികയും പോയപ്പോൾ നീയും ശിവയും ക്യാൻറ്റീനിലേക്ക് ആഹാരം വാങ്ങിക്കാനും പോയി. ആ മുറിയിൽ ആര്യനും കുട്ടുവും തനിച്ചായി.
കുറഞ്ഞ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഫാനിലേക്ക് മിഴിനട്ട് അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു കുട്ടു. അവനരിയിലുള്ള സ്റ്റൂളിലിരുന്നുകൊണ്ട് ആര്യൻ അവന്റെ മുഖത്തേക്ക് തന്നെ തുറിച്ചു നോക്കി. ആ നേരം തന്നെ കുട്ടു അവനെ നോക്കി. ശേഷം വീട്ടിൽ വെച്ചിരുന്ന ആര്യന്റെ കൈകളിലേക്ക് അവൻ തന്റെ കൈകൾ ചേർത്ത് വെച്ചു. അച്ചുവേട്ടാ. അവന്റെ ആ വിളിയിലും കണ്ണുകൾ നിറച്ചുള്ള നോട്ടത്തിലും തന്നിലെ മാറ്റം അവന് മനസ്സിലായിട്ടുണ്ടെന്ന് ആര്യൻ തിരിച്ചറിഞ്ഞു. കുട്ടു. ആര്യന്റെ സ്വരം വിറച്ചുപോയി. കുട്ടുവിന്റെ ഉള്ളം കയ്യിലിരുന്ന് തന്റെ വിരലുകൾ മുറുകുന്ന അവന് മനസ്സിലായി. എനിക്കറിയായിരുന്നു അച്ചുവേട്ടാ, എൻ്റെ അച്ചുവേട്ട എത്രയും പെട്ടെന്ന് തന്നെ ഈ സൂക്കേടൊക്കെ ഭേദാവുന്നു. മാഞ്ഞുപോയ ഓർമ്മകളെല്ലാം തിരികെ കിട്ടുമെന്ന്, പഴയ ഞങ്ങളുടെ അച്ചുവേട്ടനെ ഞങ്ങൾക്ക് തിരികെ കിട്ടുമെന്ന്. കുട്ടുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇരുവശത്തേക്കും. ആര്യന്റെ കണ്ണുകളും നനഞ്ഞു. കരയാതടാ. ആര്യൻ വാത്സല്യത്തോടെ അവന്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. സന്തോഷം കൊണ്ടാ അച്ചുവേട്ടാ, ഞങ്ങൾക്ക് നഷ്ടമായ ഒരു വലിയ നിധിയല്ല ഇപ്പൊ തിരിച്ചു കിട്ടിയത്. അപ്പോ എനിക്ക് അവന് വാക്കുകൾ പോലും കിട്ടുന്നില്ലായിരുന്നു. മുറിവുകളുടെ വേദന പോലും അവൻ മറന്നുപോയെന്ന് തോന്നിച്ചു. എല്ലാത്തിനും നിന്നോടല്ലടാ ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. നീ കാരണല്ല എൻ്റെ പ്രണയം, എൻ്റെ ജീവൻ, എൻ്റെ കിളിക്കുഞ്ഞ്. അവളെൻ്റെ ജീവിതത്തിലേക്ക് വന്ന് അവൾ വന്നുകൊണ്ടേലടാ എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ. ആര്യന് മുഴുമിക്കാനായില്ല. ഹൃദയം സന്തോഷം കൊണ്ടോ മറ്റെന്തുകൊണ്ടോ തുളുമ്പിപ്പോകുന്നു. ഞാൻ അത്രയെങ്കിലും ചെയ്യേണ്ട അച്ചുവേട്ട. ഞങ്ങളൊക്കെ എന്താഗ്രഹിച്ചാലും അത് നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ കൈകളിൽ വെച്ചിരുന്നയാൾക്ക് വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യാണ്ടിരുന്ന. എനിക്കറിയാം ഇന്ന് ഈ ലോകത്തെ ഹൃദയം ഏറ്റവും ആഗ്രഹിക്കുന്നത് നിഹയാണ്, അവളുടെ സാമീപ്യമാണ്. അതാണ് ഈ മാറ്റങ്ങൾക്ക് കാരണം. അതേടാ, ഒരിക്കലും എൻ്റെ തീരുമാനങ്ങൾ തെറ്റായിരുന്നില്ലെന്ന് എൻ്റെ പെണ്ണ് ഓരോ നിമിഷം തെളിയിച്ചുകൊണ്ടിരിക്കുക. അവളോട് എന്നെ സ്നേഹിക്കാൻ ആർക്കാടാ കഴിയുക? മാനസിക നില തെറ്റിയ ഒരാളാണെന്ന് അറിഞ്ഞിട്ടും അവൾ എന്നെ സ്നേഹിച്ചില്ലേ, ചേർത്ത് പിടിച്ചില്ലേ, ഒരു കുഞ്ഞിനെ പോലെ എന്നെ പരിപാലിച്ചില്ലേ? അവളോടുള്ള നന്ദിയും കടപ്പാടൊക്കെ ഞാൻ പ്രണയമായിട്ട് അവൾക്ക് നൽകും. പക്ഷേ അതിന് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും കുട്ടു. എനിക്കറിയാം ചേട്ടാ, ഇതിനെല്ലാം പിന്നിൽ അവരാ. സച്ചിദാനന്ദ ആദർവും എന്നെ ഇപ്പം ഇങ്ങനെ അവസ്ഥയിലാക്കിയതെല്ലാം അവരാ. കുട്ടു പല്ലിയരിച്ചു. നീ എങ്ങനെ അറിഞ്ഞു കുട്ടു എല്ലാം? ആര്യൻ അത്ഭുതത്തോടെ ചോദിച്ചു. എല്ലാവളും പറഞ്ഞു അപ്പു. ആദ്യം ഞാൻ വിശ്വസിച്ചില്ല ചേട്ടാ, പക്ഷേ പിന്നീട് എനിക്കെല്ലാം മനസ്സിലായി. കുട്ടുവിന്റെ കാതിൽ അവന്റെ ജീവന് വേണ്ടി സ്വന്തം അച്ഛനോടും ആങ്ങളയോടും കാൽ വീണ് യാചിക്കുന്ന ഒരു പെണ്ണിന്റെ സ്വരം അലയടിച്ചു. അവളുടെ സ്നേഹം വെറും കളിയായി കണ്ട് അകറ്റി നിർത്തിയതോർത്ത് അന്ന് ആദ്യമായി അവന്റെ ഹൃദയം ഒന്ന് നൊന്തു. അപ്പൊ നീ എല്ലാം അറിഞ്ഞു അല്ലേ? പക്ഷെ നീ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടടാ. ആദ്യം നീ ഇവിടെ നിന്ന് ഓക്കെ ആയിട്ട് വാ, അപ്പൊ ഞാൻ എല്ലാം പറയാം. അതുവരെ എൻ്റെ ഈ മാറ്റം നീ ആരോടും പറയരുത്, നിഹയോട് പോലും. കുട്ടി എന്തോ പറയാനൊരുങ്ങിയതും നീയെ ശിവ അപ്പോഴേയും കയറി വന്നു. ആര്യൻ കണ്ണുകൾ അമർത്തി തുടച്ചു. എന്താ ചേട്ടാ, എന്തിനാ കരയുന്നേ? നീ അവന്റെ മുഖം സ്നേഹത്തോടെ കൈക്കൊമ്പിലെടുത്തുകൊണ്ട് ചോദിച്ചു. കുട്ടുവിന്റെ കയ്യിലും നെറ്റിയിലൊക്കെ ചോര, മുറിവാക്കിളി കുഞ്ഞെ, വേദനിക്കുന്നുണ്ടാവില്ലേ? ആര്യൻ നിഹയോട് അഭിനയിക്കാൻ പാടുപെട്ടു. ഹൃദയം വേദനിക്കുന്നുണ്ടെങ്കിലും അവന് വേറെ നിവൃത്തിയില്ലായിരുന്നു. അതാണോ? അതൊക്കെ പെട്ടെന്ന് മാറുക ചേട്ടാ. ഡോക്ടർ പറഞ്ഞല്ലോ ഈ മുറിവൊക്കെ എളുപ്പം മാറും, മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അതിനാ ചേട്ടൻ വിഷമിക്കണ്ട കേട്ടോ. നീ അവനെ കുഞ്ഞുപിള്ളേരെ സമാധാനിപ്പിക്കും പോലെ മുടിയിഴകളിൽ തലോടി തന്നോട് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. കുട്ടി ഒരു വേള നിഹയെയും അവളോട് ചേർന്ന് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൃദയത്തെ അടക്കി വെച്ചിരുന്ന ആര്യനെയും കണ്ണിമച്ചിമാതെ നോക്കിപ്പോയി. രേവതി, ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണം. ഇനി നമ്മൾ മുൻകൈയെടുക്കാൻ വൈകിയ ശരിയാവില്ല. സച്ചി പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് രേവതി. നിങ്ങൾ എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. എൻ്റെ മോൾക്ക് ആ വീട്ടിലെ മരുമകളായിട്ട് കയറാൻ ഞാൻ എന്തും ചെയ്യും. രേവതി ക്രൂരമായി പറഞ്ഞു. സച്ചിയും ചിരിച്ചു. ഈ മരുന്ന് നീ ഏത് വിധേന ആര്യന് കൊടുക്കുന്ന ഫുഡിൽ ചേർക്കണം. ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അവൻ അവൻ്റെ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരില്ല. ജീവിതകാലം മുഴുവൻ അവൻ ഈ അവസ്ഥ തുടരും. പതിയെ ആ പെണ്ണുമെടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളും. ഇല്ലെങ്കിൽ ഞാൻ ഇറക്കും. പിന്നെ നമ്മുടെ അപ്പുമോളാവും അവൻ്റെ ഭാര്യ. സാവധാനം ആർക്കൊരു സംശയം വരാത്ത വിധം ആര്യൻ്റെ ജീവനം നമ്മളെടുക്കും. പിന്നെ എല്ലാത്തിനും നമ്മളാവും അവകാശികൾ. സച്ചി കുടിലതയോടെ പറയുന്ന കേട്ട് രേവതി ചിരിച്ചു. അച്ഛാ, അപ്പൊ കൃഷ്ണജിത്ത് അവന്റെ കാര്യം? അവൻ രക്ഷപ്പെടുന്ന ഞാൻ കരുതിയതല്ല. അവൻ ആരേക്കും നമ്മുടെ ആളുകളിൽ നിന്ന് രക്ഷിച്ച്? ആദ്യ അല്പന്മാരെ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. സച്ചി അവൻ പറഞ്ഞു കേട്ട് ആലോചനയിലായിരുന്നു. ആദി, ഇനി എടുത്തിയാടി അവന്റെ കാര്യത്തിൽ നമ്മളൊന്നും ചെയ്യാതിരിക്കുന്ന നല്ലത്. ആരൊക്കെയോ അവന്റെ കൂടെയുണ്ട്. അതൊന്നും നിസ്സാരക്കാരല്ല. നമ്മുടെ ആളുകളെ പോലുള്ളവർ അടിച്ച് നിലം പരിശാക്കാൻ കെൽപ്പുള്ള ആരോ ആണവർ. നമ്മൾ കുറച്ച് സൂക്ഷിക്കണം. സച്ചി കാര്യമായി തന്നെ പറഞ്ഞു. അച്ഛൻ ഇതെന്തൊക്കെയായി പറയുന്നത്? അവൻ്റെ ഒപ്പം നിന്ന് നമ്മളോട് എതിർക്കാൻ ആരപ്പുള്ളത്? ആകെയുള്ള ആര്യനായിരുന്നു. അവനാണ് ഈ ബോധം വെളിവില്ലാത്ത അവസ്ഥയിലും. പിന്നാരാ? ആദിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതിന് നീ ഇങ്ങനെ ചൂടായിട്ട് കാര്യമില്ല ആദി. കാര്യങ്ങളൊക്കെ വിവേകത്തോടെ കാണണം. ഇല്ലെങ്കിൽ മണ്ടത്തരായി പോകും. കൃഷ്ണൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ
അതിന് തക്കാരോ അവൻ്റെ പിന്നിലുണ്ടെന്ന് ഉറപ്പാ. അതാരാണെന്ന് താമസിയാൻ നമുക്ക് മുമ്പിൽ വെളിപ്പെടും. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അല്ലാതെ ധൃതി വെച്ചാലെല്ലാം നാശമായി പോവുകയുള്ളൂ. അപ്പം അവൻ നമ്മളെ പറ്റി അറിഞ്ഞ കാര്യങ്ങൾ അത് നമുക്ക് ദോഷാവില്ലേ? തൽക്കാലം അവൻ നേരെ ചൊവ്വെന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ ആദി. അത് കഴിഞ്ഞ് അവൻ വീണ്ടും നമുക്കെതിരെ വരികയാണെങ്കിൽ എന്താ വേണ്ടെന്ന് ഞാൻ പറയാം. അപ്പം നീ അതനുസരിച്ച് അങ്ങ് നീങ്ങിയാൽ മതി. അപ്പു പറഞ്ഞറിഞ്ഞ വിവരങ്ങൾ മാത്രമല്ലേ അവൻ അറിയുള്ളൂ. അല്ലാതെ അതൊന്നും തെളിയിക്കാനുള്ള തെളിവുകളൊന്നും അവൻ്റെ പക്കലില്ലല്ലോ. എന്തിന് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത അപ്പുവിൻ്റെ കയ്യിൽ പോലും ഒരു തുമ്പുമില്ല. പിന്നെ നീ കൃഷ്ണജിത്തിൻ്റെ കാര്യത്തിൽ ടെൻഷനാവണ്ട. സച്ചി ആദിയുടെ തോളിൽ തലോടിക്കൊണ്ട് അവനെ സമാധാനിപ്പിച്ചു. എന്നാലും നമ്മൾ എങ്ങനെ കൊണ്ടുവന്നാച്ച അവളെ? എന്നിട്ട് ആ നാശം പിടിച്ചവൾ നമ്മൾക്കെതിരെ തന്നെ നിന്ന് കളിച്ചല്ലോ. എനിക്ക് ദേഷ്യം തീരുന്നില്ല. അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞോണ്ടാ. ഇല്ലെങ്കിൽ സ്വന്തം ചോരയാണെന്ന് പോലും നോക്കാതെ പണം നായിൻ്റെ മുളക് തീർത്തളഞ്ഞനെ ഞാൻ. അവള് സത്യങ്ങൾ വേണം ഇറങ്ങിയിരിക്കുന്നു. ആദി ദേഷ്യത്തോടെ ടേബിൾ മുഷ്ടിയുരുട്ടി ഇടിച്ചുകൊണ്ട് പറഞ്ഞതും രേവതിക്ക് പോലും അല്പം ഭയം തോന്നി. എടാ, അവൾക്കിപ്പോൾ വരുന്നത് നമ്മളല്ല. പ്രേമത്തിന് കണ്ണും മൂക്കും മാത്രമല്ല, വകതിരിവുമില്ല. അതാ അവൾ അങ്ങനെ ഒരു അബദ്ധം കാണിച്ച്. തൽക്കാലം ഇപ്പോൾ അവൾ അനുഭവിച്ച ശിക്ഷ അത് മതി അവൾക്ക്. ഇനി എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാലും അവളെ ഇല്ലാതാക്കി എനിക്ക് കഴിയില്ല. ഞാൻ ജന്മം കൊടുത്തു പോയില്ലേടാ. സച്ചി ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. അതൊക്കെ വിട്. ഇപ്പം നമുക്ക് പ്രധാനമായി ചെയ്യേണ്ടത് ആര്യൻ്റെ കാര്യത്തിലാണ്. അവൻ്റെ ഭാര്യയായിട്ട് അവിടെ നിൽക്കുന്ന ആ പെണ്ണില്ലേ, അവൾ ഇനി അവിടെ വേണ്ട. അവളുടെ സ്നേഹവും പരിചരണമൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു അപകടം മണക്കുക. ഇനി ആര്യൻ അവൻ്റെ അസുഖങ്ങാനും ഭേദായ പിന്നെ നമ്മുടെ ഒരു പ്ലാനും നടക്കില്ല. അറിയാലോ, കൃഷ്ണജിത്തിനെ പോലെ അല്ല ആര്യൻ ചന്ദ്രശേഖർ. സത്യങ്ങളൊക്കെ അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞ അവൻ ചുട്ട് ചാമ്പലാക്കി കളയെല്ലാവരെയും. നമ്മുടെ അസ്ഥിവാരം പോലും ബാക്കി വെക്കില്ല അവൻ. അവനെ ഇങ്ങനൊരു അവസ്ഥയിൽ കൊണ്ടുവരാനും ഈ അസുഖം നിലനിർത്തിക്കൊണ്ടുപോകാനും ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് രണ്ടാൾക്കും അറിയാലോ. അതുകൊണ്ട് അവൻ ഒരിക്കലും ഭേദാവരുത്. അവനിപ്പോൾ മരിച്ചാൽ പോലും അവൻ്റെ സ്വത്തുക്കൾ നമുക്ക് കിട്ടില്ല. അതെല്ലാം ആ ട്രസ്റ്റിന് കീഴിൽ പോയി ചേരും. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനാ അവനെ ഞാൻ കൊല്ലാതെ പോലും ഇരിക്കുന്നു. അവൻ ആ പൂവിൻ്റെ കഴുത്തിൽ താലി കെട്ടാതെ നമുക്കൊന്നും കിട്ടില്ല. അതുവരേക്കെങ്കിലും അവൻ ജീവനോടെ വേണം. അതുകൊണ്ട് രേവതി, നീ ഞാൻ പറഞ്ഞ പോലെ ഇതെങ്ങനെയും അവനെ കൊണ്ട് കഴിപ്പിക്കണം. എടല്ലോ, ഇവ പഴയ പോലെയല്ല. ആ പെണ്ണുണ്ടവിടെ, അവൾക്ക് പോലും ഒരു സംശയം വരരുത്. സച്ചി എല്ലാം വിശദീകരിച്ചു കൊടുത്തു. ആ പീറപ്പെണ്ണിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവൾ അവിടുന്ന് ജയന്തിനെ തല്ലി പുറത്താക്കും. അതിനുള്ളൊരു വഴി എൻ്റെ കയ്യിലുണ്ട്. രേവതി ആ മരുന്നുപ്പിയിലേക്ക് നോക്കി ഗൂഢമായി ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. എന്തു വഴി? നീ അബദ്ധമൊന്നും കാണിക്കരുത് രേവതി. പിടിക്കപ്പെട്ട അവൾക്ക് പകരം നീ അവിടുന്ന് പടിയിറങ്ങുന്നത്. സച്ചി പറയുന്ന കേട്ട് രേവതി ഒന്ന് പുച്ഛിച്ചു. ഈ മരുന്ന് അവന് കൊടുത്തിട്ട് ഇത് ആ പെണ്ണ് കൊടുത്താണെന്ന് ഞാൻ തെളിയിച്ച് കാണിച്ചു കൊടുക്കും സച്ചിയേട്ടാ. നിങ്ങളുടെ പെങ്ങൾക്ക് മുമ്പിൽ സ്വന്തം മോന് ഭ്രാന്ത് അധികാരമുള്ള മരുന്ന് കൊടുത്ത് നീയാണെന്ന് അറിഞ്ഞാൽ പിന്നെ അവളെ അവിടെ നിർത്തുമോ? ജയന്തി തന്നെ അവളെ അവിടുന്ന് അടിച്ചിറക്കും. രേവതി എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ എത്രത്തോളം പ്രാക്ടിക്കലാവുമെന്ന് അറിയില്ല. സച്ചി പറഞ്ഞതിന് ആദ്യം തലയാട്ടി. കുട്ടുവിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. മുറിവുകളൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ മുഴുവനും ഭേദമായിട്ടില്ല. ദേഹത്തൊക്കെ ആകെ വേദനയുമുണ്ട്. ഒരാളുടെ സഹായത്തോടെ അവന് സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയുള്ളായിരുന്നു. ഇടയ്ക്കെല്ലാം മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അച്ചു അവനരികിൽ ചെല്ലുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ശിവയും രാധികയും അവനെ ശുശ്രൂഷിച്ച് പൊന്നുവും നിഹയും ജയന്തിയും ആര്യനും മിക്ക സമയങ്ങളിൽ അവിടെ തന്നെയായിരുന്നു. കുട്ടുവിന് ഹോസ്പിറ്റലിൽ നിന്ന് എഴുതി കൊടുത്ത ചില മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങിക്കണമെന്നുകൊണ്ട് അതിനായിട്ട് ഇറങ്ങിയതാണ് ശിവ. മരുന്ന് വാങ്ങി തിരികെ വരും വഴിയാണ് പെട്ടെന്ന് അവിടെ സ്കൂട്ടി കുറുകെ മറ്റൊരു വാഹനം വന്ന് നിന്നത്. അവൾ ദേഷ്യത്തോടെ ഹെൽമെറ്റ് ഊരി നേരെ നോക്കിയതും കാറിൽ നിന്നിറങ്ങുന്നയാൾ ശിവ സംശയത്തോടെ ഒന്ന് നോക്കി. ആ ഏടത്തി എവിടെ പോയതായിരുന്നു? കുട്ടുവിന്റെ അടുത്ത് പോയി വരുന്ന വഴിയിൽ വെച്ച് ജയന്തിയെ കണ്ട് രേവതി ചോദിച്ചു. കൂടെ ഉണ്ടായിരുന്ന നീഹയെ അവർ മനഃപൂർവ്വം അവഗണിച്ചു. ഇതിപ്പോ ശീലമായതിനാൽ നീഹ അത് ശ്രദ്ധിക്കാൻ പോയില്ല. ഞങ്ങൾ കുട്ടുവിന്റെ അടുത്ത് പോയിട്ട് വരാ രേവതി. അവൻ വയ്യാണ്ടായിട്ടിരിക്കുമല്ലേ? ജയന്തി കൗസ്തുഭത്തിലേക്ക് നടന്നു. അവർക്കൊപ്പം രേവതി. രണ്ടുപേർക്കും പിന്നിലായിട്ടാണ് നീഹ നടന്നത്. ഓ, ആ ചെറുക്കിനെന്തോ ആക്സിഡന്റ് പറ്റിയായിരുന്നു അല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? രേവതി ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. ഇപ്പൊ ഭേദമായിട്ട് വരുന്നുണ്ട്. എങ്കിലും റെസ്റ്റ് പറഞ്ഞിരിക്കുക ഡോക്ടേഴ്സ്. ജയന്തി പറയുന്നതിന് രേവതി വെറുതെ ഒന്ന് മൂളി. കയ്യിലിരിപ്പുകൊണ്ട് കിട്ടിയതല്ലേ, നന്നായി പോയി. രേവതി ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ശബ്ദം മെല്ലിയാക്കി പറഞ്ഞു. എന്താ രേവതി, നീ എന്തേലും പറഞ്ഞോ? ഏയ് ഇല്ലല്ലോ എടുത്തി, തോന്നിയതായിരിക്കും. കുറച്ച് ദിവസമായില്ലേ ഞാൻ ഇങ്ങോട്ടേക്കൊന്ന് ഇറങ്ങിയിട്ട്. ഇപ്പൊ പിന്നെ പണ്ടത്തെ പോലെ അല്ലല്ലോ, പുതിയ ആളുകളും ചിട്ടകളൊക്കെ ആയില്ലേ, അതുകൊണ്ട് വരാനേ തോന്നില്ല. പിന്നെ അച്ചുവിനെ കണ്ടിട്ട് കുറച്ചായതുകൊണ്ട് ഇറങ്ങിയെന്നേ ഉള്ളൂ. രേവതി ഇടം കണ്ടിട്ടുകൊണ്ട് നീഹയെ നോക്കി അർത്ഥം വെച്ച് പറഞ്ഞു. അവർ തന്നെയാണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായെങ്കിലും നീ അവരെ നോക്കിയത് പോലുമില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞ്? ഇവിടെ ഇപ്പം എന്താ നിങ്ങൾക്കൊക്കെ വരാതിരിക്കാൻ മാത്രം ഉണ്ടായൊരു മാറ്റം? ജയന്തി ഇഷ്ടക്കേടോടെ ചോദിച്ചു. ഏയ് അങ്ങനെയൊന്നുമില്ല എടുത്തി, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ.
ജയന്തിയുടെ ഗൗരവമുള്ള മുഖം കണ്ട് രേവതി വല്ലായ്മയോടെ പറഞ്ഞു. പിന്നെ വെറുതെ ഇങ്ങനെ അർത്ഥം വെച്ച് ഓരോന്ന് പറയാൻ നിൽക്കേണ്ട രേവതി. നീ അച്ഛനെ കാണാനല്ലേ വന്ന്? ആ മോളിൽ മുറിയിലുണ്ട്. ജയന്തിയുടെ സംസാരത്തിൽ രേവതി ഒന്ന് ചുണ്ടുകൂട്ടി. അവരാരും കാണാതെ കൊണ്ടുവന്ന ഗുളിക അടങ്ങിയ ചെറിയ കുപ്പി സാരി തലപ്പിൽ മുറുക്കി പിടിച്ചു. നീ മോള് വാ, ഇന്നലത്തെ ആ കറിയൊക്കെ ഒന്ന് ചൂടാക്കി വെക്കാം. അച്ഛൻ ഇപ്പോൾ വരും, വിശക്കുന്നു എന്നും പറഞ്ഞു. നീ രേവതിയെ മൈൻഡ് ചെയ്യാതെ ജയന്തിയുടെ ഒപ്പം പോയി. ഒരു ബെട്ട അവിടെ പോക്കണ്ടില്ലേ? ഇവിടുത്തെ നിന്റെ ഭരണമൊക്കെ ഞാൻ നിർത്തി തരുന്നുണ്ടടി. രേവതി നീയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുകളിൽ ആര്യന്റെ മുറിയിലേക്ക് ചെന്നു. മുറിയിൽ അവനുണ്ടായിരുന്നില്ല. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് അവൻ അതിലാവുമെന്ന് രേവതി കരുതി. രേവതി ഒന്ന് ചുറ്റും നോക്കി. ടേബിളിൽ ആരിനും പതിവായി കൊടുക്കുന്ന ജ്യൂസ് ഇരിക്കുന്ന കണ്ടതും അവരൊന്ന് ചിരിച്ചു. കയ്യിലുണ്ടായിരുന്ന കുപ്പിയിൽ നിന്ന് പൊടിച്ചെടുത്ത ഗുളികകളുടെ തരികൾ അതിൽ കലർത്തുമ്പോൾ അവരുടെ ഉള്ളിൽ വിജയഭാവമായിരുന്നു. അത് നന്നായി ആ പാനീയത്തിൽ കലക്കി അവരത് പഴയതുപോലെ അടച്ചു വെച്ചു. അപ്പോഴേക്കും ആരും ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ വാതിൽ തുറക്കുന്ന കണ്ട് രേവതി അതിവേഗത്തിൽ മുറിയിൽ നിന്നിറങ്ങി താഴേക്ക് പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.